കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതായ ഉപമകളെക്കുറിച്ച് നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമ്മെ ഇടയാക്കി തീർത്തു. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവത്തിലും ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതായ ചില ദിവസങ്ങളായിരുന്നു. നിങ്ങൾക്കും അത് അപ്രകാരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഇപ്പോൾ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് യേശു രാജാവായി തൻ്റെ ശിഷ്യഗണങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ ആത്മീയ അനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു സൂചിപ്പിച്ചത്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. യേശു ക്രിസ്തു ദൃശ്യമായി നമ്മുടെ മുമ്പിൽ ഇല്ല എങ്കിലും നമുക്കവനെ ആത്മാവിൽ അനുഭവിക്കാൻ കഴിഞ്ഞുകൊണ്ട് നാം ദൈവരാജ്യത്തിൽ ആയിരിക്കുകയാണ്. പക്ഷേ ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്കെല്ലാം ചില പ്രതീക്ഷകളുണ്ട്. ദൈവരാജ്യം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ തന്നെ ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന സാക്ഷാൽ ദൈവരാജ്യത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങൾ അതിൻ്റെ പൂർണ്ണമായ നിലയിൽ ഉണ്ടാകും എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ദൈവരാജ്യത്തിൽ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറിവിളിയില്ല. നാം എന്നേക്കും കുഞ്ഞാടാകുന്ന ആ കർത്താവിനോട് കൂടെ നമ്മൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത്. പക്ഷേ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നമ്മൾ ഇന്ന് പലപ്പോഴും പല ആളുകളും സംതൃപ്തരല്ല. കാരണം നമ്മൾ വരാൻ പോകുന്ന സാക്ഷാൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അതേ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന ആത്മീയ ദൈവരാജ്യത്തിൽ കാണുന്നതായ ശോഷണങ്ങളെ, മൂല്യച്യുതികളെ, രാഷ്ട്രീയ അതിപ്രസരങ്ങളെ, മാനുഷികമായ സ്വഭാവങ്ങളെ എല്ലാം കണ്ടിട്ട് നമ്മൾ വളരെയധികം വിഷമത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. അനേക ആളുകളുമായി ഞാൻ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യമാണിത്. എന്തുമാത്രമല്ല, പ്രശ്നങ്ങളെ കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് താമസം ഏറിടുമ്പോൾ നമ്മളിലുണ്ടാകുന്ന നിരാശയും ചെറുതല്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം തന്നെ വ്യക്തമായ ഒരു വിശദീകരണമാണ് കർത്താവ് യേശു ക്രിസ്തു ഉപമകളിലൂടെ നൽകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഉപമ ഈ ഒരു ശ്രേണിയിലെ അവസാനത്തെ ഉപമയായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനോട് നമ്മൾ വളരെ അടുത്തതായ സമയത്ത് ഈ ഒരു ഉപമ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 കന്യകമാരെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യമുള്ളതായ ഉപമയാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. ഈ 10 കന്യകമാരെ രണ്ടായി തിരിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള ഈ ആത്മീയ ദൈവരാജ്യത്തിലുള്ള 2 കൂട്ടം ആളുകളെയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഉപമയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമാണ് ഈ കന്യകമാരെന്ന് യേശു ഈ ഉപമയിൽ വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ടാണ് ഇവർ ബുദ്ധിയില്ലാത്തവരെന്നും ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത്? അത് അവരുടെ പ്രവൃത്തിയാണ് അതിലേക്ക് വിഭജിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രേരിപ്പിക്കുന്നത്. 5 പേർ വിളക്കെടുത്തപ്പോൾ വിളക്കോടുകൂടെ എണ്ണയെടുത്തു. എന്നാൽ മറ്റ് 5 പേർ വിളക്കെടുത്തു, പക്ഷേ എണ്ണയെടുത്തില്ല. 2 കൂട്ടരുടെയും ലക്ഷ്യമൊന്നായിരുന്നു, മണവാളനെ എതിരേൽക്കണം. മണവാളൻ വരുന്നു എന്നുള്ളതാണ് 2 പേരുടെ ലക്ഷ്യം. ഇന്ന് ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവായിരിക്കണം. അല്ലാതെ മറ്റൊരു ലക്ഷ്യവും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വരവായിരിക്കണം. ഈ 10 പേർക്ക് അതുണ്ട്. പക്ഷേ ഇന്നത്തെ ആത്മീയ ദൈവരാജ്യത്തിൽ, ഇന്നത്തെ സഭകളിൽ ഈ പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 5-ാം വാക്യത്തിൽ, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ, അതായത് യേശു തന്നെ പറയുകയാണ് മണവാളൻ താമസിക്കുമെന്നുള്ളത്. എന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടണം. അതായത് ദൈവരാജ്യത്തിൻ്റെ ആ പ്രസംഗം പൂർത്തിയായിട്ടില്ലാത്തതിനാൽ മണവാളൻ താമസിക്കുകയാണ്. പക്ഷേ ഈ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
ഈ മണവാളൻ്റെ വരവ് താമസിക്കുമ്പോൾ സഭയിൽ മയക്കമുണ്ടാകും. നമുക്കിന്ന് വളരെ വ്യക്തമായിട്ടറിയാം, ആത്മീയമായ മയക്കം പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ കന്യകമാർ എന്താണ് ചെയ്തത്? അവർ മയങ്ങിപ്പോയി, അവർ ഉറങ്ങിപ്പോയി. ഇത് സ്വാഭാവികപരമായി സംഭവിക്കാമെന്നുള്ളതാണ് യേശു പറയുന്നത്. മണവാളൻ്റെ വരവ് താമസിക്കുമ്പോൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇന്ന് നമുക്കറിയാം, ആത്മീയമായി ഇന്ന് സഭ ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ ഉറങ്ങുമ്പോൾ പോലും ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് സുബോധം വേണം. എന്താണ് സുബോധം? ആ സുബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിളക്കെടുക്കുക. അതുപോലെ വിളക്ക് എടുക്കുമ്പോൾ എണ്ണയും കൂടെ എടുക്കുക എന്നുള്ളത്. കാരണം ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തെയാണ് കാണിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, പ്രത്യേകിച്ച് ആത്മീയമായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവിക തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ ഓരോരുത്തരും ആ പ്രവർത്തനം അനുഭവിക്കുന്നവരായിരിക്കണം. അതാണ് വിളക്കോടുകൂടെ എണ്ണയും എടുക്കണം എന്ന് പറയുന്നത്. എന്നാൽ മണവാളൻ വരാൻ താമസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ വളരെ നിരാശരായിട്ട് മാറുകയും മയങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനത്തിന് വിധേയപ്പെടുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിളക്ക് കെട്ടുപോകുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതായത് ആത്മീയമായി നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ, നിരാശരായി തീരുമ്പോൾ നമ്മളിലുള്ള ആ പ്രത്യാശ പൂർണ്ണമായി നഷ്ടപ്പെട്ട് വല്ലാത്തൊരു പരുവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉറങ്ങുമ്പോൾ പോലും അല്പം ബോധത്തോടുകൂടെ ഉറങ്ങുവാൻ നമുക്ക് സാധിച്ചാൽ, എന്ത് സംഭവിച്ചാൽ പോലും നമുക്കറിയാം. സുബോധത്തോടുകൂടെ ഉറങ്ങുന്ന ഒരാൾ ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് ജാഗ്രത ഉള്ളവനായി തീരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ആ എണ്ണ കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, അർദ്ധരാത്രിക്കോ മണവാളൻ വന്നു. അർദ്ധരാത്രിക്കോ മണവാളൻ വന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വരവ് അർദ്ധരാത്രി സംഭവിക്കുക എന്നുള്ള അക്ഷരികമായൊരു അർത്ഥമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മണവാളൻ കടന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ്. പകലുള്ള ഒരു സമയം പോലും നമ്മൾ അപ്രതീക്ഷിതമായ സമയങ്ങളില്ല. പക്ഷേ ഏറ്റവും അപ്രതീക്ഷിതമായ സമയം എന്ന് പറയുന്നത് രാത്രിയാണ്, അർദ്ധരാത്രിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ അർദ്ധരാത്രി കടന്നു വരും. കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച് പറയുന്നതായ സമയങ്ങളെല്ലാം തന്നെ അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു എന്നുള്ള സൂചന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ ആയിത്തീരും എന്ന് പറയുന്നുണ്ട്. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള വരവിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ വരവ് അപ്രതീക്ഷിതമായ സമയത്ത് സംഭവിക്കും. ഇന്ന് ലോകം മുഴുവനും സമാധാനം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ അന്നാളിൽ പെട്ടെന്ന് വന്ന് ഭവിക്കും. യേശുവിൻ്റെ വരവ് എന്ന് പറയുന്നത് പെട്ടെന്നാണ് സംഭവിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് പോലും എണ്ണയുള്ളവരായി വിളക്കെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ, വിളക്ക് എപ്പോഴും ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് ലേവ്യ നിയമങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, കാര്യസ്ഥം വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും. നമ്മെ എല്ലാത്തിലും വഴി നടത്തുക എന്നുള്ളതാണ് ഈ ജ്വലനം കൊണ്ട് അർത്ഥമാക്കി തീർക്കുന്നത്. നാം മയങ്ങുമ്പോൾ പോലും ആത്മീയമായി സുബോധമുള്ളവരാണെങ്കിൽ ദൈവവചനത്തിന്, ആത്മീയ കൂട്ടായ്മയ്ക്ക്, ദൈവസഭയുമായ ബന്ധത്തിന്, സാക്ഷ്യത്തോടുള്ള ജീവിതത്തിന് എല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ മണവാളൻ വരുമ്പോൾ നമ്മൾ തള്ളപ്പെടുകയില്ല. എന്ന് മാത്രമല്ല, മണവാളൻ വരുമ്പോൾ ആ വിവാഹ സദ്യയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കും. ഇല്ലെങ്കിൽ ഈ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ വിളക്ക് കെട്ടുപോയ അനുഭവത്തിൽ വളരെ താമസിച്ച് മണവാളൻ്റെ വരവിനോട് പ്രതികരിക്കുമ്പോൾ അവർക്കൊരിക്കലും മണവാളനോട് കൂടെ ഈ വിവാഹ സദ്യയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇന്ന് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരാൻ പോകുന്ന വലിയൊരു അപായത്തെക്കുറിച്ചാണ്. എന്നാൽ ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ അപായത്തിലേക്ക് പ്രവേശിക്കരുത്. അതേ, വിളക്കെടുക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നിങ്ങൾ അനുഭവിക്കുക. എന്ന് മാത്രമല്ല, മയങ്ങാൻ സാധ്യതയുള്ള സമയത്ത് പോലും, മയങ്ങുന്ന അവസ്ഥയിൽ പോലും സുബോധത്തോടുകൂടെ ആയിരിക്കാൻ, ദൈവവചനത്തെക്കുറിച്ചും ദൈവിക കൂട്ടായ്മയെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധ്യമുള്ളവരായി തീരുവാൻ എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നും നമ്മെക്കൊണ്ട് കഴിയത്തില്ല.
പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കെല്ലാം സാധ്യമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അങ്ങയുടെ മക്കൾ നിറയപ്പെടട്ടെ. മണവാളൻ വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്ന് ഈ ആത്മീയമായ ദൈവരാജ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ വിളക്ക് ഞങ്ങൾ കെട്ടുപോകുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ജാഗ്രതയോടുകൂടെ ആയിരിക്കുന്നവർ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ട ഏവരും കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടുവാൻ തക്കണം ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.